നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. പ്രഭാത വാർത്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇത്തവണ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. അതേപോലെ തന്നെ അവയവക്കടത്ത് അന്വേഷിക്കുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. ഇതൊക്കെ അടക്കമുള്ള വാർത്തകളുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തകളിലേക്ക്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരി മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ രാത്രി 11:45 മരണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുമ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. മലപ്പുറം മുന്നൂരിൽ നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു. തത്സമയം സമീർ, അതീവ ദുഃഖകരമായ വാർത്തയാണ് രാവിലെ തന്നെ നമുക്ക് പറയാനുള്ളത്. വിവരങ്ങൾ. ക്രിസ്റ്റീന, ജീവിതത്തിലേക്ക് നമ്മളൊക്കെ തിരിച്ചു വരും എന്ന് കരുതിയ 5 വയസ്സുകാരുടെ മരണം ഇന്നലെ രാത്രിയോടുകൂടി സംഭവിച്ചിരിക്കുകയാണ്. മുന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശി ഹസൻ കോഴയുടെ മകൾ ഫതുവ എന്ന് പറയുന്ന 5 വയസ്സുകാരിയാണ് മരിച്ചിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം നിലവിൽ മുന്നിയൂരിലുള്ള കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നാട്ടുകാരും ഒപ്പം തന്നെ മറ്റുള്ള ആളുകളും ഒക്കെ തന്നെ എത്തി അവസാനമായി ഒരു നോക്ക് കാണുന്നതിനെത്തിയ ആളുകളാണ് ഇവിടെ തടിച്ചുകൂട്ടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടെ കളിയാട്ടമുക്ക് ജുമാ മസ്ജിദിൽ വെച്ചാണ് ഖബറടക്കം നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതീവ ദുഃഖകരവും എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. കാരണം ഈ കടലുണ്ടിപ്പുഴയുടെ ഈ പാറക്കട് എന്ന് പറയുന്ന തീരത്ത് കുളിച്ച കുട്ടിക്കാണ് ഇത്തരത്തിൽ ഈ ഒരു രോഗം പകർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പുഴയിൽ നിന്നും ഈ വൈറസ് ബാധ ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ഈ കുട്ടിയും ഒപ്പം തന്നെ മറ്റുള്ള 3 കുട്ടികളും മറ്റു ബന്ധുക്കളും ചേർന്ന് ഈ പുഴയിൽ കുളിച്ചത്. പിന്നീട് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ചേളാരിയിലും ഒപ്പം തന്നെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് കുട്ടിക്ക് ബാധിച്ചതെന്നുള്ളത് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ മറ്റു 3 കുട്ടികൾ നിരീക്ഷണത്തിലേക്ക് മാറുന്ന ഒരു ഘട്ടമുണ്ടായി. പിന്നീട് ഈ കുട്ടികളോടൊക്കെ തന്നെ പരിശോധന ഫലം നെഗറ്റീവായതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. ഈ അപൂർവ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 99% മരണം ഉറപ്പാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മരുന്നില്ല എന്നുള്ളതുമാണ് ഏറെ വെല്ലുവിളിയായി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6 അംഗ മെഡിക്കൽ ബോർഡാണ് ഈ കുട്ടിയെ പരിചരിച്ചിരുന്നത്. 5 ഇനം മരുന്നുകളുടെ മിശ്രിതമാണ് കുട്ടിക്ക് നൽകിയിരുന്നത്. പക്ഷേ കുട്ടി ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കയായി മാറുന്ന ഒരു ഘട്ടമുണ്ടായത്. രോഗത്തിന് ഗുണപ്രദമാകുമെന്ന് കരുതുന്ന മരുന്ന് വിദേശത്ത് നിന്ന് എത്തിക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഈ വെല്ലുവിളി ഉയർത്തി എന്നുള്ളതാണ്. ഏതായാലും ഈ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതിയെങ്കിലും അവസാനം മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കടലുണ്ടിപ്പുഴയുടെ തീരങ്ങളിൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കളിയാട്ടുമുക്ക് മേഖലയിൽ ഏതാണ്ട് 5ഓളം കടവുകളിൽ ഇപ്പോഴും ആളുകൾക്ക് ഈ പുഴയിൽ ഇറങ്ങുന്നതിന് വിലക്കുള്ള ഒരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നിയന്ത്രണം ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ആരോഗ്യവകുപ്പിന്റെ ബോധവൽക്കരണം എല്ലാം തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും ഈ കുട്ടിയുടെ വീട്ടിൽ ധാരാളം ആളുകൾ ഒക്കെ തന്നെ എത്തി അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയായിരിക്കും ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ഈ കളിയാട്ടുമുക്ക് ജുമാ മസ്ജിദിൽ നടക്കുക. ക്രിസ്റ്റീന. ശരി, മലപ്പുറം മുന്നൂരിൽ നിന്ന് സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുന്നു. സലീം, ഇത്തവണ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നേരത്തെയാണ് വരുന്നത്. അതേപോലെ തന്നെ അതിതീവ്ര മഴ മുന്നറിയിപ്പുമുണ്ട്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് മുഴുവൻ ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 3 ജില്ലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല ഓറഞ്ച് അലർട്ടും വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്
അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിരുന്നു മഴ ശക്തമായിരുന്നത്. ഇന്നു മുതൽ അത് വടക്കൻ കേരളത്തിലേക്ക് അതിശക്തമായ മഴ എന്ന നിലയിലേക്ക് മാറും എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. കാരണം വടക്കൻ കേരളത്തിന് മുകളിൽ മറ്റൊരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടതുകൊണ്ട് തന്നെ വടക്കൻ മേഖലയിൽ കനത്ത മഴ ലഭിക്കും എന്നാണ് വിലയിരുത്തൽ. വലിയ നിയന്ത്രണങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഈ തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സലീം മാലിക്. തമിഴ്നാട്ടിൽ മഴ കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് 4 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് പിൻവലിച്ചു. തേനി, തെങ്കാശി, വിരുദനഗർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഇന്ന് 13 ജില്ലകളിലും നാളെ 4 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മധുരയിലാണ് ഇന്നലെ കാര്യമായി മഴ പെയ്തത്. അവണിയാപുരത്ത് വീടുകളിൽ വെള്ളം കയറി. കൊടൈക്കനാലിൽ പെയ്ത മഴയെ തുടർന്ന് മൂങ്കിൽക്കാട് ഗ്രാമം ഒറ്റപ്പെട്ടു. പാലത്തിൽ വെള്ളം കയറിയതാണ് കാരണം. രാമനാഥപുരം, ഊട്ടി, തിരുനെൽവേലി, കോയമ്പത്തൂർ, തിരുപ്പൂർ, തേനി, തെങ്കാശി തുടങ്ങിയ മേഖലകളിലും ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ടായി. ഉത്തരേന്ത്യയിൽ കനത്ത ചൂട് തുടരുന്നു. ഉത്തർപ്രദേശിലെ ആഗ്രയിൽ താപനില 46.9 ഡിഗ്രിയും മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ -44.9 ഡിഗ്രിയും രേഖപ്പെടുത്തി. ഡൽഹിയിലും പലയിടങ്ങളിലും 45 ഡിഗ്രിക്ക് മുകളിൽ താപനില എത്തിയിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെയും കടുത്ത ചൂട് ബാധിച്ചിട്ടുണ്ട്. ഡൽഹി കൂടാതെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിലും ബീഹാറിലും ഓറഞ്ച് അലർട്ടാണ്. ബർമറിലും കാൺപൂരിലും രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 46.9 ഡിഗ്രി സെൽഷ്യസാണ്. അടുത്ത 4 ദിവസം കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടത്തിണ്ണയിലെ തൂണിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വൈദ്യുതി മന്ത്രിക്ക് കൈമാറിയേക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർ അപകടസ്ഥലം സന്ദർശിച്ചിരുന്നു. കോവൂർ KSEB സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുക. സർവീസ് വയറിൽ നിന്ന് വൈദ്യുതി പ്രവഹിച്ചതിനെ തുടർന്ന് ഷോക്കേറ്റാണ് മരണമെന്നാണ് നിഗമനം. മുഹമ്മദ് റിജാസിന്റെ മരണത്തിൽ മെഡിക്കൽ കോളേജ് പോലീസിന്റെ അന്വേഷണവും തുടരുകയാണ്. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. എറണാകുളം റൂറൽ SP-യുടെ മേൽനോട്ടത്തിൽ 10-അംഗ സംഘം കേസ് അന്വേഷിക്കും. കേസിലെ പ്രധാന കണ്ണി ഹൈദരാബാദിൽ എന്നാണ് പ്രതി സാബിത്തിന്റെ മൊഴി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് സംഘത്തെക്കുറിച്ചും അന്വേഷിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്നത്? കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റിന, ആലുവ DYSPക്കാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ചുമതല. SP നേരിട്ട് മേൽനോട്ടം വഹിക്കും. 10-അംഗ സംഘത്തിനെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇന്നലെ റിമാൻഡ് ചെയ്ത സാബിത്തിന്റെ മൊഴി തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള പ്രധാനപ്പെട്ട തെളിവ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുക. സാബിത്ത് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഹൈദരാബാദിലാണ് ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. അവിടെയുള്ള ഒരാളാണ് ഈ അന്താരാഷ്ട്ര അവയവദാനത്തെ അല്ലെങ്കിൽ അവയവ മാഫിയയുടെ പ്രധാനപ്പെട്ട കണ്ണി എന്നാണ് സാബിത്ത് മൊഴി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ആ പ്രദേശത്തേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം പ്രാദേശിക തലത്തിൽ സാബിത്തിന് സഹായമൊരുക്കിയ ആളുകളെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. സാബിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. സാബിത്തിന്റെ കൂട്ടാളികളെ കണ്ടെത്താൻ അല്ലെങ്കിൽ അവരിലേക്ക് എത്താനുള്ള ശ്രമമാണ് പോലീസ് ആദ്യമായി നടത്തുന്നത്. ഒപ്പം കൂടുതൽ പരാതിക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണം. ഇന്നലെ പാലക്കാട് സ്വദേശി ഷമീറിന്റെ കാര്യം റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഷമീർ നിലവിൽ പാലക്കാടില്ല. ഇത്തരത്തിൽ മറ്റേതെങ്കിലും മലയാളി ഈ സംഘത്തിന്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ക്രിസ്റ്റീന, ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അനുശോചിച്ച് ഇന്ന് രാജ്യത്ത് ദുഃഖാചരണം. ഇന്നത്തെ എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട്. രാജ്യമൊട്ടാകെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ രാവിലെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി. റൈസിയുടെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അനുശോചനം അറിയിച്ചിരുന്നു. ഇന്ത്യ-ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ റൈസി നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഇന്നത്തെ ദുഃഖാചരണം.
തിരുവനന്തപുരം മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി 3-ലാണ് മൊഴി രേഖപ്പെടുത്തുക. ഡ്രൈവർ യേതു ലൈംഗിക ചുവയോടെ ആംഗ്യം കാണിച്ചെന്ന മേയറുടെ പരാതിയിലെടുത്ത കേസിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ഇതോടെ പോലീസിന് വേഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. അതിനാൽ എത്രയും വേഗം കേസുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ ശ്രമം. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്തയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. മെത്രാപ്പോലീത്തയുടെ ആഗ്രഹപ്രകാരം തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്താണ് അന്ത്യവിശ്രമത്തിനുള്ള ഇടമൊരുങ്ങുന്നത്. രാവിലെ 11 മണിയോടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. 1 മണിയോടെ മൃതദേഹം ഖബറടക്കും. ഈ മാസം 8-ന് അമേരിക്കയിലെ ഡാലസിലുണ്ടായ വാഹനാപകടത്തിലാണ് മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്ത അന്തരിച്ചത്. തിരുവല്ല ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ എത്തിച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇരു മുന്നണികളും. ഡൽഹി അടക്കം 7 സംസ്ഥാനങ്ങളിലെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ പ്രചാരണത്തിനെത്തും. വൈകിട്ട് 5:30-ന് നാരീശക്തി സംവാദ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ബീഹാറിലെ 2 ഇടങ്ങളിലും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലും പ്രധാനമന്ത്രി പ്രചാരണ യോഗങ്ങളിൽ സംസാരിക്കും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാം രക്തസാക്ഷി ദിനമായ അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമായ ഡൽഹിയിലെ വീർഭൂമിയിൽ ആദരമർപ്പിച്ച ശേഷമാകും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റു നേതാക്കളും ഇന്ന് പ്രചാരണത്തിന് ഇറങ്ങുക. ആം ആദ്മി പാർട്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചട്ടം ലംഘിച്ച് 7 കോടിയിലധികം രൂപ സംഭാവന സ്വീകരിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി ED കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. 2014 മുതൽ 2022 വരെയുള്ള കാലയളവിൽ പണം നൽകിയ പലരുടെയും പാസ്പോർട്ട് നമ്പർ, ക്രെഡിറ്റ് കാർഡ് നമ്പർ, മൊബൈൽ ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ സമാനമാണ്. കാനഡ, അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് പണമെത്തിയത്. 155 പേർ 404 തവണയായി 1.02 കോടി രൂപ സംഭാവന നൽകിയെന്നും എന്നാൽ സംഭാവനകൾ 55 പാസ്പോർട്ടുകളുമായി മാത്രമേ ബന്ധിപ്പിച്ചിട്ടുള്ളൂവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. വിദേശ വിനിമയ ചട്ടവും ജനപ്രാതിനിധ്യ നിയമവും AAP ലംഘിച്ചെന്ന് ED ചൂണ്ടിക്കാട്ടുന്നു. മലബാറിലും തെക്കൻ കേരളത്തിലും അത്ര പരിചിതമല്ലാത്ത പൊട്ടുവെള്ളരി കൃഷി ചെയ്ത് ആകെ കുടുങ്ങിയിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ഒരു വീട്ടമ്മ. സംസ്ഥാന സർക്കാരിന്റെ മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ കൊളത്തൂർ സ്വദേശി ശ്രീവിദ്യയാണ് ആ വീട്ടമ്മ. പൊട്ടുവെള്ളരി പരിചിതമല്ലാത്തതിനാൽ അത് വാങ്ങാൻ ആവശ്യക്കാരില്ല എന്നത് തന്നെയാണ് ഇവർ നേരിടുന്ന വെല്ലുവിളി. എറണാകുളം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ മാത്രം കണ്ടുവരുന്ന പൊട്ടുവെള്ളരി കാസർഗോഡൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് ശ്രീവിദ്യ. കൊളത്തൂർ വയലിലെ 50 സെന്റ് സ്ഥലത്ത് കൃഷിയൊരുക്കി. വിത്തിട്ട് 45 ദിവസം കൊണ്ട് വിളവായി. ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. 50 സെന്റ് സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്തത്. മാർച്ച് 31-നാന്ന് തോന്നുന്നു ഞാൻ വിത്തിട്ടത്. ഇപ്പം ഏകദേശം ഒരു 45 ദിവസം ആകുമ്പോഴേക്ക് എനിക്ക് വിളവെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ നല്ല വിളവ് ലഭിച്ചെങ്കിലും പൊട്ടുവെള്ളരി ആളുകൾക്ക് പരിചിതമല്ലാത്തതിനാൽ തിരിച്ചടിയായി. ഇത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പാകമായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ഇത് പറിച്ച് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ ഇത് അവിടെ നിന്ന് തന്നെ ഇത് പൊട്ടും. അതുകൊണ്ടാണ് ഇതിനെ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം ആൾക്കാർ ഇതിൻ്റെ ഉപയോഗം അറിഞ്ഞ് വാങ്ങിച്ചില്ലെങ്കിലും നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു പ്രയാസമാണ്. പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ ഏലക്കയോ ചേർത്തുണ്ടാക്കുന്ന ജ്യൂസിന് മധ്യ കേരളത്തിൽ വലിയ ഡിമാൻഡാണ്. മറ്റ് ജ്യൂസുകളെ അപേക്ഷിച്ച് കൂടുതൽ തണുപ്പാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ കാസർഗോഡ് പൊട്ടുവെള്ളരി ആർക്കും വേണ്ടെന്നാണ് ശ്രീവിദ്യയുടെ പരാതി. 24 കാസർഗോഡ്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി സലീമിന്റെ പേരിൽ മുൻപും പോക്സോ കേസ് 2022 ജൂണിൽ മേൽപ്പറമ്പ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് സലീം. ബന്ധുവായ പെൺകുട്ടിയെ വനത്തിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കലാണ് ചേരുന്നത്. അരുൺ, ഇയാൾക്ക് മുൻപും ഇതേ തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന വിവരമാണോ ഇപ്പോൾ വരുന്നത്? കൃഷിന, ഈ പടന്നക്കാട് സംഭവവുമായി ബന്ധപ്പെട്ട് പടന്നക്കാട് പെൺകുട്ടിക്ക് നേരെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സമാന സ്വഭാവമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് പരിശോധന നടത്തിയിരുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ
മുൻപ്, അതായത് ഈ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് പോക്സോ കേസുകളിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന സംഭവം പോലീസ് മുൻപുള്ള കേസുകളൊക്കെ പരിശോധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ PS സലീമിലേക്ക് പോലീസ് എത്തിയത്. എന്തായാലും ഇയാൾക്കെതിരെ കാസർഗോഡ് ജില്ലയിൽ മേൽപ്പറമ്പ് സ്റ്റേഷൻ 2022 ജൂണിൽ ഒരു കേസ് ഇതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. അന്ന് ഈ പ്രതി ബന്ധുവായ ഒരു പെൺകുട്ടിയെ സ്കൂട്ടറിൽ കയറ്റുകയും തുടർന്ന് ആദൂർ വനത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പീഡിപ്പിച്ച് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ, അതായത് ആദ്യം അവർക്ക് ഏത് സ്റ്റേഷൻ പരിധിയാണെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ കാസർഗോഡ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പിന്നീട് ഈ പോക്സോ കേസ് മേൽപ്പറമ്പ് സ്റ്റേഷനിലേക്ക് മാറ്റുകയുമായിരുന്നു ചെയ്തത്. എന്തായാലും PS സലീം ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം മുൻപും ചെയ്തിട്ടുണ്ട്. സമാന സംഭവങ്ങളിലെ പ്രതിയാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. കുടക് കേന്ദ്രീകരിച്ചാണ് ഈ 32-അംഗ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ക്രിസ്റ്റീന, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന്. JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ച പ്രത്യേക അന്വേഷണ സംഘം. നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടാണ് കത്ത്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് പ്രജ്വൽ രേവണ്ണ 6 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തെന്ന് കണ്ടെത്തലുണ്ട്. വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത് അരുൺ പൂപ്പറമ്പയാണ്. അരുൺ, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ മൗനം ഭേദിച്ചത് നമ്മൾ കണ്ടു. അതേപോലെ കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ HD കുമാരസ്വാമി അല്പമെങ്കിലും സ്നേഹം അദ്ദേഹത്തിന് HD ദേവഗൌഡയോടും അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകരോടുമുണ്ടെങ്കിൽ എത്രയും വേഗം തിരികെ വന്ന് നിയമ നടപടികൾ നേരിടണമെന്ന് പറയുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു കത്ത്, നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന പേരിലൊരു കത്ത് അയച്ച് പ്രത്യേക അന്വേഷണ സംഘം, വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, തീർച്ചയായും പ്രജ്വൽ രേവണ്ണയെ പിടികൂടുന്നതിന് വേണ്ടി പല ശ്രമങ്ങൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു. അത് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി, അതിനുശേഷം ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി. ഇന്റർപോളിന്റെ സഹായത്തോടെ പ്രജ്വലിനെ വിദേശത്ത് വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്നാൽ പ്രജ്വലിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. നേരത്തെ തന്നെ ഈ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ചാണ് പ്രജ്വൽ രേവണ്ണ വിദേശത്തേക്ക് യാത്ര ചെയ്തതെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക്, അതായത് ഈ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ തുടർ നടപടികളൊന്നും കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അന്വേഷണത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് വന്ന് നിലനിൽക്കുന്നത്. കാരണം ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ള അതിൽ ഉൾപ്പെട്ട ഇരകൾ ഇതിൽ കൃത്യമായി പരാതി നൽകാനോ കൃത്യമായി മൊഴി നൽകാനോ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നതാണ് SIT വിലയിരുത്തുന്നത്. പ്രജ്വൽ രേവണ്ണയെ പിടികൂടി ഇതിൽ ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമേ എന്തെങ്കിലും അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് SIT വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രജ്വലിനെ നാട്ടിലെത്തിക്കാൻ പിടികൂടുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഈ നയതന്ത്ര പാസ്പോർട്ട് ആവശ്യപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് ഇപ്പോൾ കത്തയച്ചിട്ടുള്ളത്. അത് എങ്ങനെ കേന്ദ്ര സർക്കാർ അതിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ കഴിഞ്ഞ തവണ, അതായത് സിദ്ധരാമയ്യ അയച്ച കത്തിനുള്ള മറുപടി പോലെ തന്നെ നിലവിൽ ഈ നയതന്ത്ര പാസ്പോർട്ട് ഉടൻ റദ്ദാക്കാനുള്ള സാധ്യത കാണുന്നത്. കാരണം JDS BJP സഖ്യമുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നതാണ് പൊതുവെ വിലയിരുത്തുന്നത്. ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ. ചേർത്തലയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന തോമസ് കുട്ടി വർഗീസും ആൻസമ്മയും പറയുന്നു, നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പിൽ. ഇരുനില വീടിന്റെ ടെറസിൽ മുന്തിരിയും പച്ചക്കറികളും വിളഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും. സന്തോഷം വിളയുന്ന ആ തോട്ടമൊന്ന് കണ്ടുവരാം. എറണാകുളം കലൂർ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച ആൻസമയും ആലുവ കർണാടക ബാങ്ക് മാനേജരായി വിരമിച്ച തോമസ് കുട്ടി വർഗീസും ഇപ്പോൾ മുഴുവൻ സമയവും കൃഷിയിൽ തന്നെ. വൈകുന്നേരങ്ങളിൽ അവർ നട്ടുവളർത്തിയ മുന്തിരിത്തോട്ടത്തിൽ വന്നിരിക്കും. മീനച്ചൂട് പോലും മാറി നിൽക്കുന്ന നല്ല തണുപ്പാണിവിടെ. രാവിലെയും വൈകിട്ടും പക്ഷികൾ മുന്തിരി കഴിക്കാൻ എത്തിയാലും ശല്യപ്പെടുത്താറില്ല. അവർ കഴിച്ചതിന് ശേഷമുള്ളത് മതി എന്ന തീരുമാനമാണ് ഇരുവർക്കും.
5 വർഷം മുൻപ് തൃശൂർ മണ്ണൂത്തിൽ നിന്ന് കൊണ്ടുവന്ന 2 മുന്തിരി തൈകൾ ഇന്ന് വീടിന്റെ മുകൾ ഭാഗം മുഴുവൻ മുന്തിരിക്കുലകളാൽ വിളഞ്ഞു. പ്രത്യേകം പൈപ്പ് ഉപയോഗിച്ച് വല പാകിയാണ് മുന്തിരി നട്ടുവളർത്തിയത്. എല്ലുപൊടി, ചാണകം, അടുക്കള മാലിന്യം ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് വളം, ഇതാണ് മുന്തിരി തഴച്ചു വളരാനുള്ള രഹസ്യമെന്ന് ആൻസമ്മ പറയുന്നു. മീനിന്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ്, ഈവൻ സാധനം പൊതിഞ്ഞുകൊണ്ടിരുന്ന ന്യൂസ് പേപ്പർ, കരിയില, പിന്നെ അങ്ങനെയുള്ള എല്ലാ പച്ചില എല്ലാ കുഴിയിലിടും. ആ കുഴി നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത കുഴിയിലിടും. അപ്പോൾ അടുത്ത കുഴി നിറഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ കുഴിയിലെ നല്ല ഒന്നാന്തരം കമ്പോസ്റ്റായിട്ട് അത് മാറിയിരിക്കും. ഇടയ്ക്ക് പിന്നെ കുമ്മായവും ഇച്ചിരി മണ്ണും കൂടെ ഒന്ന് വെതറണം ഇടയ്ക്ക്. കായ്ഫലമുണ്ടാകാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം മുതലാണ്. ഊട്ടിയിലും കൊടൈക്കനാലിലും കാണുന്ന പോലെയുള്ള വിളവാണ് ഈ വർഷം ഇവിടെ ലഭ്യമായതെന്ന് തോമസ്. മണ്ണൂത്തിന്ന് എൻ്റെ കസിൻ വഴി വാങ്ങിച്ചതാ. 2 ചുവട് വാങ്ങിച്ചു, തൈയായിട്ട് വാങ്ങിച്ചതാ. അത് രണ്ടും ഏകദേശം 5 വർഷമായി നമ്മളിതിൽ കായ ഉണ്ടാകുന്നുണ്ട്. ഈയിടെയാണ് കൂടുതൽ നമ്മളത് പ്രൂൺ ചെയ്ത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇത്തവണ പൊതുവെ കായ കൂടുതലാണ്. മുന്തിരി കൂടാതെ മറ്റനേകം പച്ചക്കറികളുമുണ്ട് ഇവിടെ. ഡ്രാഗൺ ഫ്രൂട്ട്, കോവൽ, പീച്ചിൽ, വെണ്ട, ചേന, ചേമ്പ്, പയർ, കാന്താരി എന്നിങ്ങനെ. അടുത്ത സീസണിൽ ഓറഞ്ചും ആപ്പിളും കൂടി കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും. 24 ചേർത്തല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈവിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ കേസിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന് DMOയോട് ആവശ്യപ്പെട്ടേക്കും. ആരോപണ വിധേയനായ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴി ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്നും കുട്ടിയുടെ ഭാവിയെ കരുതിയാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തിയതെന്നുമാണ് ഡോക്ടർ മൊഴി നൽകിയത്. അതേസമയം 3 അംഗ കമ്മിറ്റി വകുപ്പുതല അന്വേഷണം നടത്തി റിപ്പോർട്ട് DMEക്ക് കൈമാറി. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷീന ഇന്ന് വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകും. കത്രിക നീക്കം ചെയ്ത സ്ഥലത്ത് വീണ്ടും കൊഴുപ്പടിഞ്ഞുകൂടി പഴുത്തത് നീക്കം ചെയ്യാനാണ് ശസ്ത്രക്രിയ. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് സർജറി. കഴിഞ്ഞ ദിവസം അഡ്മിറ്റാകാൻ ആവശ്യപ്പെട്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞിരുന്നില്ല. ഹർഷീനയ്ക്കായുള്ള പൊതു ധനസമാഹരണവും തുടരുകയാണ്. ചികിത്സാ ചെലവിനും നിയമ പോരാട്ടങ്ങൾക്കുമായി 25 ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത്. കാസർഗോഡ് അമ്പലത്തറയിൽ CPIM പ്രാദേശിക നേതാക്കൾക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ പ്രതിക്കായി തെരച്ചിൽ ഊർജിതം. CPIM പ്രവർത്തകൻ ലാലൂർ സ്വദേശി രതീഷാണ് കേസിലെ പ്രതി. കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയായ ഇയാൾ പ്രദേശത്ത് ഗൃഹസന്ദർശനത്തിനെത്തിയ CPIM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ഓടി മാറിയതിനാൽ ലോക്കൽ സെക്രട്ടറി അനൂപ്, ബാബുരാജ്, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അരുൺ, ബാലകൃഷ്ണൻ എന്നിവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആക്രമണത്തിൽ പരിക്കേറ്റ പ്രദേശവാസിയായ ആമിന കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2003-ൽ RSS പ്രവർത്തകനായിരുന്ന ദാമോദരനെ പോസ്റ്റ് ഓഫീസിൽ കയറി കുത്തിക്കൊലപ്പെടുത്തിയ കേസിലും രതീഷ് ഉൾപ്പെട്ടിരുന്നു. പെരുമഴയത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്താൽ ഇതാണ് അവസ്ഥ. മുഴുവൻ കോൺക്രീറ്റും ഒലിച്ചുപോയി. കോഴിക്കോട് കൂമ്പാറ കക്കാടംപൊയിലിൽ റോഡിലെ പീടികപ്പാറയ്ക്ക് സമീപമാണ് 300 മീറ്ററോളം നീളത്തിൽ കോൺക്രീറ്റ് ഒലിച്ചുപോയത്. ജലജീവൻ മിഷൻ പദ്ധതിക്ക് പൈപ്പിടാൻ കുഴിച്ച ചാലുകൾ മൂടാൻ ചെയ്ത കോൺക്രീറ്റാണ് മഴയിൽ ഒലിച്ചുപോയത്. രാവിലെ പ്രവൃത്തി തുടങ്ങാൻ പണിക്കാർ വന്നപ്പോൾ തന്നെ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചതാണ്. പക്ഷേ ഇതൊന്നും കേൾക്കാതെ മഴയത്ത് പ്രവൃത്തി നടത്തി. മഴ കനത്തു, കോൺക്രീറ്റും ഒലിച്ചുപോയി. കോരിച്ചൊരിയുന്ന മഴയത്ത് കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിൽ സിമന്റ് 100% തന്നെ ഒലിച്ചു പോവുകയും വെറും മണ്ണും കല്ലും ചരളും വേറിട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ അന്വേഷണം നടത്തി കരാറുകാരനെതിരെയും കമ്പനിക്കെതിരെയും സ്ഥലത്തുണ്ടാവേണ്ട ഓഫീസർക്കെതിരെയും കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള മുഴുവൻ നാട്ടുകാർക്കും ഐക്യകണ്ഠേന പറയാനുള്ളത്. കരാറെടുത്ത കമ്പനിക്കെതിരെ ഈ റോഡിലെ തന്നെ പല ഭാഗത്തെ പ്രവർത്തികൾക്കുമെതിരെ നാട്ടുകാർ വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടി നടത്തിയത്. 24 കോഴിക്കോട്. പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി കാണാം ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. നമസ്കാരം.